ഇറ്റലിയിലെ പോംപെയിലെ ടെമ്പിൾ ഓഫ് ചാരിറ്റി സന്ദർശിച്ച ലയോ 14 പാപ്പ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെയും കുട്ടികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. ലയോ പാപ്പയുടെ സ്ഥാനാരോഹണത്തിന്റെ 1-ാം വാർഷിക ദിനത്തിലായിരുന്നു ഈ പ്രത്യേക സന്ദർശനം. വിശുദ്ധ ബർത്തലോ ലോങ്കോയുടെ പാത പിന്തുടർന്ന് ഈ അജപാലന യാത്ര ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പാപ്പ പറഞ്ഞു. ജപമാല രാജ്ഞിയായ പരിശുദ്ധ അമ്മയും വിശുദ്ധ ബർത്തലോ ലോങ്കോയും മനുഷ്യരെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്ന കൃപയുടെ കേന്ദ്രമാണ് പോംപെ എന്നും പാപ്പ വ്യക്തമാക്കി. വിവിധ സേവന പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തി ഇന്നും പകരപ്പെടുന്നുവെന്നും പ്രാർത്ഥനയും സേവനവും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ ബർത്തലോ ലോങ്കോ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും കഴിയുന്നവരിൽ ക്രിസ്തുവിന്റെ മുഖം കണ്ടിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പ്രത്യേകിച്ച് അനാഥർക്കും തടവുകാരുടെ മക്കൾക്കും നൽകിയ സ്നേഹസേവനങ്ങളെ മാർപ്പാപ്പ പ്രശംസിച്ചു. എല്ലാറ്റിന്റെയും അടിസ്ഥാനം പ്രാർത്ഥനയാണ്, പ്രത്യേകിച്ച് ജപമാല എന്ന് പറഞ്ഞ പാപ്പ ജപമാല ഭക്തി നിലനിർത്തുവാനും പ്രചരിപ്പിക്കുവാനും വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. കുട്ടികളോടും യുവജനങ്ങളോടും സംസാരിക്കവേ ജീവിതത്തിൽ എല്ലായ്പ്പോഴും യേശുവിൽ വിശ്വാസം വയ്ക്കൂ. യേശു നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സുഹൃത്താണ് എന്ന് ലയോ പാപ്പ പറഞ്ഞു. മറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു.